ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ അയോധ്യയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും അയോധ്യയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ ഇറങ്ങിയ സമയത്ത് എന്തായാലും ഒരു 5 വർഷമൊക്കെ കഴിയും അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ പോലും പൂർത്തിയാവാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് വലിയ വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ ഒരു എസ്കലേറ്ററിൽ കയറി താഴേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് നമ്മൾ റിസപ്ഷനിലേക്ക് പോകുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ്. ഒരു അണ്ണാറക്കണ്ണൻ്റെ ഒരു ഒറ്റ തടിയിൽ തീർത്ത ഒരു ശില്പം. ശ്രീരാമനും അണ്ണാറക്കണ്ണനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയില്ലാത്തവർക്കായി ഞാൻ പറഞ്ഞുതരാം. ലങ്കയിലേക്ക് പോകുന്നതിനായി വാനരസേനയുടെ നേതൃത്വത്തിൽ രാമസേതു പണിഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു അണ്ണാറക്കണ്ണൻ അവിടുത്തെ മണലിൽ കിടന്ന് സ്വന്തം ശരീരം നനച്ച് അവിടുത്തെ മണലിൽ കിടന്ന് ഉരുണ്ടിട്ട് രാമസേതുവിൻ്റെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുടഞ്ഞിടുന്നത് രാമൻ കാണുകയും രാമൻ ഇതുപോലെ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അണ്ണാറക്കണ്ണൻ പറഞ്ഞു, എനിക്ക് വലിയ പാറക്കല്ലുകളൊന്നും കൊണ്ടുപോയി ഇടാൻ പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അങ്ങയെ സഹായിക്കുകയാണെന്ന് പറയുകയും ഇത് കേട്ട ശ്രീരാമൻ അണ്ണാറക്കണ്ണൻ പറഞ്ഞ വാക്കുകളിൽ ഭയങ്കര ഹാപ്പി ആവുകയും ശ്രീരാമൻ അണ്ണാറക്കണ്ണനെ എടുത്ത് പതിയെ തലോടുകയും ചെയ്തു. അങ്ങനെയാണ് അണ്ണാറക്കണ്ണൻ്റെ മുതുകുകളിൽ ഇതേപോലെ 3 വര വീഴുന്നത് അന്ന് തൊട്ടാണെന്നാണ് ഒരു ഐതിഹ്യം. കേട്ടില്ലേ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന്? ഇതൊക്കെ കൊണ്ടായിരിക്കും ആ റെയിൽവേ സ്റ്റേഷനിൽ അണ്ണാറക്കണ്ണൻ്റെ ആ പ്രതിമ വച്ചേക്കുന്നത്. അപ്പം ഞാൻ ഒന്നും അറിഞ്ഞുകൂടാതെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അയോധ്യയുടെ തെരുവിലൂടെ. എനിക്ക് കറക്റ്റായിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, പക്ഷേ ഈ റോഡുകൾ കണ്ടാൽ അറിയാം. ഇത് പണിയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ഉള്ളൂ. എനിക്കൊന്നു ഒരു 4 വരിപ്പാതയോ 6 വരിപ്പാതയോ ആയിരിക്കാം. വലിയ റോഡാണ് പണിതുകൊണ്ടിരിക്കുന്നത്, നല്ല പൊടിയുണ്ട്. അയോധ്യയുടെ ഓരോ മുക്കിലും മൂലയിലും ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ആയി വരണമെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ആവും കറക്റ്റായിട്ടുള്ള അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അയോധ്യ ആയിത്തീരാൻ. ക്ലൈമറ്റ് നടക്കാൻ പറ്റിയ ക്ലൈമറ്റ്. എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ ഇത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും നടക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏകദേശം ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരു 1.5-2 കിലോമീറ്ററോളം ഉണ്ട്. ഞാൻ എന്നാലും നടക്കാമെന്ന് വിചാരിച്ച് നടക്കുക. എടുത്തു പറയേണ്ടത് അയോധ്യയിലെ ജനങ്ങളുടെ ഒരു സ്നേഹവും സപ്പോർട്ടുമാണ്. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. ഞാൻ ഇതിന് ശേഷം ഒത്തിരി സ്ഥലത്ത് പോയി, പക്ഷേ എനിക്ക് ഒരിടത്തൊന്നും കിട്ടാത്ത സപ്പോർട്ടാണ് അയോധ്യയിൽ നിന്ന് കിട്ടുന്നത്. കാരണം എന്താണെന്ന് അറിയത്തില്ല. കുറച്ച് നടന്ന് കുറച്ച് ഞെട്ടി. ഇനി ഞാൻ കുളിക്കാനാണ് പോകുന്നത്. ഇവിടെ അടുത്തൊരു ഘാട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പം അവിടെ നിന്ന് കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. ഇത് ഇവിടെ ബസ്സുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണമെന്നല്ല, എവിടെ നിൽക്കണമെന്നൊന്നും ഒരു പിടുത്തമില്ല. കൈ കാണിച്ചാൽ മതി, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഏതോ ഒരു ശക്തി എന്നെ ഇങ്ങനെ കൊണ്ടു നടന്ന് കാണിക്കും പോലെയാണ് എനിക്ക് ഫീലായത്. എന്തോ അറിയത്തില്ല. ഇതാണ് രാമമന്ദിറിലേക്ക് പോണ എൻട്രൻസ്. രണ്ട് വയസ്സായവരെ കിട്ടി. അപ്പോൾ അവരും കുളിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം 3/4 കിലോമീറ്റർ എന്തോ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പം അവരുടെ അങ്ങ് പോവാം. എനിക്ക് ഇവിടുത്തെ സിസ്റ്റം കാര്യങ്ങളും പിടുത്തമില്ല. നല്ല തിരക്കാണ്. അറിയത്തില്ല എത്ര മണിക്ക് തൊഴുവാൻ പറ്റും, എവിടെയൊക്കെ പോകണം, ഒരു പിടുത്തമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരോ കൊണ്ടുപോകുന്നു. ആ ഒഴുക്കിൻ്റെ രീതിയിൽ ഞാൻ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നമുക്ക് നടക്കാൻ മടിയൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ആ ഒരു വിഷയമില്ല. നല്ല ഏകദേശം ഒരു 10-15 കിലോ ഒരു ബാഗ് എന്തായാലും ഉണ്ട്. 10 കിലോയ്ക്ക് മുകളിലുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം. ഇതാണ്ട് കുറേ എണ്ണം റോഡിൻ്റെ നടുക്ക് വരെ ഈ വീൽ ചക്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ആകെ നടന്നു പോകാനും വണ്ടിക്ക് പോകാനും ഇത്തിരി സ്ഥലമുള്ളൂ. ഇത് കഷ്ടമാണ്.
പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ സംഭവം. രാം മന്ദിറിൻ്റെ അവിടെ തന്നെ ലോക്കറുകൾ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്, ഫ്രീ ആയിട്ട്. അപ്പം അവിടെ വയ്ക്കാം. വെറുതെ ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ കയറി ചോദിച്ചു. അപ്പം ഒരിടത്ത് ഞാൻ ചോദിച്ചുള്ളൂ, ബിൽഡ് വെൽ ജിപ്സം ബോർഡ്. ഞാൻ ശ്രീരാമനെക്കുറിച്ച് ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. വിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. അതായത് അയോധ്യയിൽ ജനിച്ച ശ്രീരാമൻ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത സന്താനമായിരുന്നു. ദശരഥന് ആകെ മൊത്തം 4 മക്കളായിരുന്നു. 1 ശ്രീരാമൻ, 2 ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. രാവണ നിഗ്രഹത്തിനായി അവതാരമെടുത്ത ശ്രീരാമൻ്റെ പത്നിയുടെ പേരായിരുന്നു സീത. എല്ലാവരും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. ഭയങ്കര സന്തോഷം. ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ഞാനിപ്പോൾ ഘട്ടിലേക്ക്, നയാ ഘട്ട് എന്നാണ് ഘട്ടിൻ്റെ പേര്. അപ്പോൾ അവിടേക്ക് കുളിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ഗുജറാത്തിൽ നിന്നുള്ള ടീംസാണ്. അവിടെ ബാക്കിൽ കുറേ ടീംസ് ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. നല്ല രസമുണ്ട് അവരുടെ കൂടെ പോകാൻ. എല്ലാവർക്കും നാണമുണ്ട് സംഭവം. ഇവിടെ ഒരു രാമൻ്റെ ജന്മഭൂമിയിലൂടെ നടക്കാൻ കഴിഞ്ഞത് വലിയ പുണ്യമായിട്ട് കരുതുന്നു. അത്രയ്ക്ക് ഒരു ഫുള്ള് എവിടെ നോക്കിയാലും പ്രാർത്ഥനകളും കാര്യങ്ങളുമാണ്. അടിപൊളിയാണ്. ഇവിടെയൊക്കെ റോഡ് ക്ലീൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും കണ്ടിട്ടുമില്ല. ഇല്ല, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം ശ്രീരാമമയമാണ് അയോധ്യ. ഞാനിപ്പോൾ കുളിക്കാൻ പോകുന്ന നദി എന്ന് പറയുന്നത് സരയൂ നദിയാണ്. ഞാൻ നേരത്തെ ഗംഗയിൽ കുളിച്ചിരുന്നു, ഇപ്പോൾ സരയൂവിൽ കുളിക്കാൻ പോകുന്നു. ഭാഗ്യം, മഹാഭാഗ്യം. പറ്റുമെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അയോധ്യ. ഒരു കിണ്ണം കയറ്റിയ വീഡിയോ. ഇങ്ങനെ ഒത്തിരി കാഴ്ചകളിലൂടെ കാണാനുണ്ട്, ഒത്തിരി. ഇതാണ് ഗായ്സ് നയാ ഘട്ട് എന്ന് പറയണ കുളിക്കടവ്. അയ്യോ, ഇവിടെ ചിലപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അടിയിട്ട്, അതുകൊണ്ട് ഭയങ്കര രസം. ഒരു വേറെ ഫീലാണ്. ഇത് സരയൂ നദിയുടെ ഭാഗമാണ്. ഇത് ശരിക്കും കുളിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. സരയൂ ഘട്ട് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട്. അത് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 100-200 മീറ്റർ പോയി കഴിഞ്ഞാൽ സരയൂ ഘട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് സരയൂ നദിയെ വഴിതിരിച്ച് വിട്ടേക്കുകയാണ്. ഞാനിവിടെ നിന്ന് കുളി കഴിഞ്ഞിട്ട് പോകാൻ പോകുന്നത് ഹനുമാൻ ഖടി എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ്. ഉറപ്പായും ശ്രീരാമനെ തൊഴുന്നതിന് മുന്നേ ഉറപ്പായും നമ്മൾ കണ്ടിരിക്കേണ്ടത് ഒരാളാണ് ഹനുമാൻ, ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ദോസ്തിനെ കാണാതെ അവിടെ പോയിട്ട് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അയോധ്യയിൽ വരുന്നവർ ഉറപ്പായും ഹനുമാൻ ഖടിയിൽ കയറിയിട്ട് വേണം
ശ്രീരാമൻ എന്ന് പറയാൻ പറ്റത്തില്ല, ശ്രീരാമൻ ലല്ല അതായത് കുട്ടി ശ്രീരാമനെ കാണാൻ വേണ്ടി ഞാനങ്ങനെ അവിടെ നിന്നൊരു വിശാലമായൊരു കുളിയൊക്കെ പാസ്സാക്കി. ഇതവിടെ ചന്ദനം ഇടാൻ നിന്നിരുന്ന ഒരു പയ്യനെ കൊണ്ട് ഞാൻ എടുപ്പിച്ച വീഡിയോ ആണ്. ഞാനങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ഷെയർ ഓട്ടോ ഓടിച്ച് നേരെ ഹനുമാൻ ഖടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുമ്പോൾ ലഡു കൊണ്ടുപോയി നമ്മൾ ക്ഷേത്രത്തിൽ വാങ്ങിക്കൊണ്ട് പോയിട്ട് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു 3-4 ലഡു അവിടെ പ്രസാദമായിട്ട് വച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് തരും. അതാണ് ഈ ഹനുമാൻ ഖടിയിലെ പ്രധാനപ്പെട്ട നിവേദ്യമെന്നോ അർച്ചനയെന്നോ അവിടുത്തെ ചടങ്ങെന്നോ എന്തുവേണോ പറയാം. ഇവിടെ ഒരു 75% ഇലക്ട്രിക് വണ്ടികളേ ഉള്ളൂ. അതിപ്പം ബൈക്കായാലും 3 വീലറായാലും 4 വീലറായാലും എല്ലാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വൃന്ദാവനിൽ പോയപ്പോൾ ഇലക്ട്രിക് വണ്ടിയുടെ ചരിത്രം ഞാൻ അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി. അത് ഒരു 2-3 വീഡിയോ കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു വീണയാണ് കേട്ടോ അവിടെ ചെയ്തു വെച്ചിരിക്കണം. ഒരു രക്ഷയില്ലാത്തൊരു പരിപാടിയാണ്. ഇങ്ങനെ തന്നെ ഒരു നമ്മുടെയൊക്കെ ഡ്രീമിലുള്ളൊരു കൊട്ടാരം എങ്ങനെയിരിക്കും, ആ കൊട്ടാരത്തിൻ്റെ ചുറ്റുപാട് എങ്ങനെയിരിക്കും, ആ ഒരു രീതിയിലാണ് അവിടുത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷെയർ ആട്ടോയ്ക്കൊക്കെ ഒരു 20 രൂപയൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ഇവിടെയും അത്യാവശ്യം നല്ല ഹോൺ അടിയാണ് കേട്ടോ. അത് UP എവിടെ പോയാലും നല്ല ഹോൺ അടിയാണ്. ചെവി അടിച്ചൊരു വഴിയാക്കി തരും. ചെവി കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നെ ഏകദേശം ആ പയ്യൻ ഈ കോലത്തിലാക്കി ഗൈസ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി വിലയുള്ള സാധനങ്ങൾ ഇവിടെ ചീപ്പായിട്ട് കിട്ടും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കന്മദം, അതായത് ശിലാജിത്ത് എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അത് ഭയങ്കര ചീപ്പാട്ടോ. പക്ഷേ ഒറിജിനൽ സാധനം കിട്ടും. ഓക്കെ, നിങ്ങൾ ഇവിടെ പോകുന്നെങ്കിൽ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ. हनुमान खड़ी, इधर हनुमान खड़ी ये हम साथ में ये हमारे पापा നല്ല മുടിഞ്ഞ തിരക്കാണ്. ഞാൻ ഒരുപാട് സമയമായി ക്യൂവിൽ കയറി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം 10-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണിതതെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇന്ന് കാണുന്ന രീതിയിൽ പണിതത് 1855 തൊട്ടാണെന്നും പറയപ്പെടുന്നു. ഒരു കുഞ്ഞ് ഏരിയയിലുള്ള ക്ഷേത്രമായാൽ പോലും അതിൻ്റെ ആർക്കിടെക്ചറൽ ഭംഗിയുണ്ട്. ആ ക്ഷേത്രം ഭയങ്കര ഡിഫറെൻ്റാണ്, ഭയങ്കര ബ്യൂട്ടിയാണ് ആ ക്ഷേത്രം കാണാൻ. ഞാനങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി. അവിടെ ഒരു ഹനുമാൻ്റെ പ്രതിമയുണ്ട്, മൂർത്തിയുണ്ട്. മനോഹരമായിരുന്നു, വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആ ക്ഷേത്രം കാണാൻ തന്നെ ഭയങ്കര രസമാണ്, കളർഫുള്ളാണ് ക്ഷേത്രം. ഞാൻ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല, അങ്ങനെ നേരെ പോയി ഫുഡ് അടിച്ചു. ഇനി ഞാൻ നേരെ പോകുന്നത് ദശരഥൻ്റെ കൊട്ടാരം, അതായത് അയോധ്യയിലെ കൊട്ടാരം, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയത്തില്ല ഇവിടെ കൊട്ടാരമൊക്കെ ഉണ്ടെന്ന്. ഞാനിവിടെയൊക്കെ എത്തുമ്പോൾ ഓരോന്ന് നിമിത്തം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് യാത്രയിലൂടെ ഏറെക്കുറെ എനിക്ക് മനസ്സിലായി അതൊക്കെ ഉണ്ട് എന്നുള്ളത്. ഞാൻ ഓരോന്ന് എന്നെ ആരൊക്കെയോ കൊണ്ടുപോകുന്ന പോലെയാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
ഇതാണ് ദശരഥൻ്റെ കൊട്ടാരത്തിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ അവിടെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. അത് അയോധ്യയിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ദശരഥൻ്റെ കൊട്ടാരമാണ്. ദശരഥൻ്റെ കൊട്ടാരം, അയോധ്യയുടെ കൊട്ടാരം. വാവ്, പണ്ട് രാമനൊക്കെ കളിച്ച് വളർന്ന കൊട്ടാരം. അല്ലാത്ത ഒരനുഭവം തന്നെ. രാമൻ ജനിച്ച് വളർന്ന, രാമൻ ഓടിക്കളിച്ച മുറ്റം. വാവ്, ഫീലിംഗ് ഗ്രേറ്റ്. ഇവിടെയൊക്കെ രാമൻ ഓടിക്കളിച്ചിട്ടുണ്ട്. ഒരുപാട് ഭടന്മാർ ഇവിടെയൊക്കെ നിന്നിട്ടുണ്ട്. ചിന്തിച്ച് നോക്കിയേ, വേറെ രൂപത്തിലാണെന്നേ ഉള്ളൂ. എന്തെല്ലാം ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച പടവുകളും അല്ലെങ്കിൽ തൂണുകളും ഒക്കെയാണല്ലേ. ചിലപ്പം തൂണുകളും ഫ്ലോറൊക്കെ പിന്നീട് നിർമ്മിച്ചതാവും. പക്ഷേ ഇതിൽ പല കാര്യങ്ങളും അന്ന് ഉണ്ടായിരുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. അത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പോകുന്നത് ദർബാർ ഹാളിലേക്കാണ്. ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട്, ഇപ്പോൾ ദർബാർ ഹാളൊക്കെ ഒരു ക്ഷേത്രമാണ്. ഇവിടെയൊക്കെ രാമൻ ഓടിക്കളിച്ചിട്ടുള്ള സ്ഥലമാണ്. കൊട്ടാരം, ഐ തിങ്ക് ദിസ് ഇസ് ദർബാർ ഹാളാണെന്ന് തോന്നുന്നു. ഒത്തിരി ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ കൊട്ടാരത്തെ പൊതുവായി അറിയപ്പെടുന്നത് ദശരഥ് മഹൽ അല്ലെങ്കിൽ ദശരഥ് ഭവൻ അല്ലെങ്കിൽ ബഡാസ്ഥാൻ, ഇങ്ങനെയുള്ള കുറച്ച് പേരിലാണ് ഇതറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് നേരെ നമുക്ക് രാമൻ്റെ ജന്മഭൂമിയിലേക്കാണ് പോകേണ്ടത്. അത് അവിടെ നിന്ന് കുറച്ച് ഒരു 200 മീറ്റർ മാറിയാണ് രാമൻ്റെ ജന്മസ്ഥലം, ജന്മഭൂമി. ഇപ്പോൾ അവിടെ ഒരു ക്ഷേത്രം പണി നടക്കുകയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനു മുമ്പേ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ബാബറി മസ്ജിദ് എന്നാണ് പറയുന്നത്. മിർബാക്കി എന്ന ബാബറിൻ്റെ കമാൻഡറാണ് ബാബറി മസ്ജിദ് പണിതത്. 1528-29 കാലഘട്ടത്തിലാണ് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി പണിതത് എന്ന് കരുതപ്പെടുന്നു. മുന്നേ ഉണ്ടായിരുന്ന ക്ഷേത്രം പൂർണ്ണമായി പൊളിക്കാതെ ആണ് ഈ ബാബറി മസ്ജിദ് പണിതത് എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലുണ്ട്. അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധിപ്രകാരമാണ് ഇവിടെ പുതിയ രാമക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. 1992 കുറച്ച് കർസേവകർ കൂട്ടത്തോടെ എത്തി ബാബറി മസ്ജിദ് പൊളിക്കുകയായിരുന്നു. എന്തായാലും ഒരു പള്ളിയും അല്ലെങ്കിൽ ഒരു അമ്പലവും പൊളിക്കുന്നതിനോട് ഒരിക്കലും ആർക്കും, ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന ആർക്കും യോജിക്കാൻ കഴിയില്ല. എന്തായാലും തെറ്റുകൾ തിരുത്തപ്പെടട്ടെ, ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ. ഇതാണ് ഏറെക്കുറെയുള്ള ബാബറി മസ്ജിദിൻ്റെയും അയോധ്യ ക്ഷേത്രത്തിൻ്റെയും പിന്നീടുള്ള ചരിത്രം. ഇവിടെ കുറേ കുട്ടികളൊക്കെ, ഇത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ, അന്നദാനപ്പുര. പക്ഷേ എനിക്ക് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല, എനിക്ക് ടൈം ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ കറങ്ങിയൊക്കെ കണ്ടിട്ട്
ഞാൻ അവിടുന്ന് മടങ്ങി. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അവിടെ ഫുഡ് എന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ എന്തായാലും എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നടന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് നടന്ന് നേരെ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന ക്യൂവിൻ്റെ അടുത്തെത്തി. അപ്പോഴേക്കും എനിക്ക് കൺഫ്യൂഷനായി എങ്ങോട്ട് പോകണമെന്ന്. നല്ല തിരക്കുണ്ട്. അപ്പം ഞാൻ ആ തിരക്കിൻ്റെ കൂടെ അങ്ങ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ബാഗ് സ്കാൻ ചെയ്യും, പിന്നെ നമ്മളെ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വേറെ ഇനി ഒരു ചെക്കിങ് കൂടെ ഉണ്ട്. അതിൽ നന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ബാഗ് നമുക്ക് ഇൻസൈഡ് അലൗഡ് അല്ല. ബാഗ്, മൊബൈൽ, പിന്നെ ഒന്നും ചെരുപ്പ്, ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റും നമുക്ക് അലൗഡ് അല്ല. നന്നായിട്ട് ചെക്ക് ചെയ്യും. ഞാൻ അവിടെ കണ്ട ഏറ്റവും വലിയ കോമഡി, ഈ ചെക്ക് ചെയ്യുന്നവരുടെ സൈഡിലായിട്ട് ഒരു ലോഡ് പാൻ പരാഗ്, പിന്നെ അവിടുത്തെ ശംഭു, ചൈനി കൈനി അങ്ങനത്തെ ഐറ്റംസൊക്കെ കുന്നുകൂട്ടിയിട്ടായിരുന്നു ഓരോ ഹിന്ദിക്കാരെ പിടിച്ചത്. അതെനിക്ക് കോമഡി ആയിട്ട് തോന്നി കേട്ടോ. ഞാനങ്ങനെ തൊഴുതിറങ്ങി. അയ്യോ, അതൊരു അനുഭവമായിരുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് പോകണം. നമ്മളുടെ സ്വപ്നത്തിലെ സ്വർഗം എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയിലാണ് അവർ പണിയുന്നത്. അയ്യോ, പറയാൻ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോഴേ രോമാഞ്ചം വരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ പണിയുന്നത്. വിഗ്രഹത്തെയൊക്കെ കാണുമ്പോൾ ജീവൻ ഉള്ളതുപോലെ കറക്റ്റായിട്ട് തോന്നും. നമുക്ക് അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടെന്ന് എൻ്റെ മാത്രം അഭിപ്രായമല്ല, അവിടെ വന്ന മിക്കവരും ഇങ്ങനെ പരസ്പരം പറയുന്നതായിട്ട് ഞാൻ കേട്ടായിരുന്നു. അത്രയ്ക്ക് മനോഹരമാണ് ക്ഷേത്രവും എല്ലാം. വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. അടിപൊളി, അതിമനോഹരം. നമ്മൾ ബാഹുബലിയിലൊക്കെ കാണൂലേ സെറ്റിട്ട പോലെ, അതുപോലെയാണ് ചെയ്യുന്നത്. അവിടെ നിന്നൊരു സ്വീറ്റാണ് പ്രസാദമായിട്ട് കിട്ടിയത്. അത് സംഭവം ഈ ലല്ല ആയതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് സ്വീറ്റ്സ് അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ആ പ്രസാദം സ്വീറ്റ്സ് ആയത്. നിങ്ങൾ ആദ്യം അയോധ്യയിൽ വരുമ്പം ഇവിടെ ഈ തീർത്ഥയാത്രി സേവാ കേന്ദ്രം, അവിടെ ആദ്യം വന്നിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവിടെ ആകുമ്പം ലോക്കറൊക്കെ വയ്ക്കാൻ പറ്റും. ലോക്കറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ലോക്കറിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എവിടെ വേണോ പോകാം. ഇവിടെ ആരതിയുടെയൊക്കെ പാസ് എടുക്കുന്ന സ്ഥലമുണ്ട്. ഫ്രീ പാസ്സാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് മിക്കവർക്കും അറിഞ്ഞൂട. ഇത് രാമക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഇടത് സൈഡിലുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ടോയ്ലറ്റ് ഉണ്ട്, ചാർജിങ് പോർട്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാം. ഞാൻ അവിടെ കുറച്ചൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ ബസ് പിടിച്ചു. എനിക്കിനി ആഗ്രയിലേക്ക് പോകണം. എനിക്ക് ഇവിടെ നിന്ന് ബൈപ്പാസിൽ നിന്നാണ് എനിക്ക് ബസ്സുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ രാമൻ്റെ ജന്മഭൂമിയായ അയോധ്യയോട് വിട പറഞ്ഞ് ആഗ്രയിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇനി ആഗ്രയിൽ.